തപസ് കാലത്തിൻ്റെ ഒന്നാം ഞായറാഴ്ചയിൽ തിരുസഭാ മാതാവ് നമുക്ക് ധ്യാന വിഷയമാക്കാനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെ വാക്യങ്ങളാണ്. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവൻ അവിടെ കഴിഞ്ഞുകൂടി. ജ്ഞാനസ്നാന സമയത്ത് ജോർദാനിൽ വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആവസിക്കലും നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗീയ പിതാവിൻ്റെ അരുളപ്പാടിനും ശേഷം യേശു നടന്നു പോകുന്നത് ആത്മാവ് നയിക്കുന്ന വഴികളിലേക്കാണ്. സ്നാനത്തിനും പരസ്യജീവിതത്തിനുമിടയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവത്തിലേക്ക്. ആത്മാവിൻ്റെ നിറവിൽ ഒരു മനുഷ്യൻ അവൻ്റെ ആത്മീയ ജീവിതം സമാരംഭിക്കുമ്പോൾ കടന്നു പോകേണ്ട ഘട്ടമാണ് മരുഭൂമിയിലെ പരീക്ഷ. ഈ പരീക്ഷണത്തിലേക്ക് നയിക്കുന്നതോ അവനിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഒരുവൻ്റെ യഥാർത്ഥ ആത്മീയത വെളിവാകുന്നത് ഈ മരുഭൂമിയിലാണ്. എല്ലാ ബന്ധങ്ങളുടെയും ഇഷ്ടങ്ങളുടെയും കെട്ടുപാടുകളുടെയും അഭാവം, അഥവാ ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത, ദൈവത്തിൽ മാത്രം ഒരാത്മാവ് ആശ്വാസം കണ്ടെത്തുന്ന ഒരവസ്ഥയാണ് മരുഭൂമി. ഈ മരുഭൂമിയിൽ സാത്താൻ കൊണ്ടുവരുന്ന പരീക്ഷണം തന്നിൽ തന്നെ ആശ്രയിക്കുവാനാണ്. എല്ലാ വസ്തുക്കളുടെയും വ്യക്തികളുടെയും അഭാവത്തിൽ പ്രാർത്ഥിക്കാൻ ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന വിജനതയുടെ മണലാരണ്യത്തിലും തന്നെ തന്നെ ആശ്രയിക്കാനുള്ള ചിന്ത പ്രലോഭകൻ കൊണ്ടുവരുന്നു. ആത്മീയ ജീവിതത്തിൽ വ്യക്തികളോടും വസ്തുക്കളോടുമെല്ലാം വിരക്തി പ്രാപിച്ച് ദൈവാശ്രയത്തിൻ്റെ തലത്തിലേക്ക് എത്തിയെന്ന് കരുതുന്നവർ പോലും ഞാനെന്ന ഭാവത്തോട് ഏറ്റുമുട്ടേണ്ടി വരും. ആത്മീയ പോരാട്ടത്തിൽ ഒരു മനുഷ്യൻ നേരിടേണ്ടി വരുന്ന അവസാനത്തേതും ഏറ്റവും പ്രബലനുമായ ശത്രു സ്വയം സ്നേഹമായിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ പിതാക്കന്മാർ ആത്മീയ ജീവിതത്തിൽ ഒരുവൻ തന്നോട് തന്നെ മരിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. യേശുവിൻ്റെ വാക്കുകളിൽ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയപ്പെടണം. എന്നിലെ ഞാൻ മരിക്കുമ്പോൾ ആണ് ഒരു പുതിയ സൃഷ്ടി സംഭവിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ ദൈവാശ്രയത്വത്തിൽ വേരുറയ്ക്കാൻ തച്ചുടയ്ക്കേണ്ട മതിലാണ് തന്നിൽ തന്നെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്ന സ്വയം സ്നേഹം. ജീവിത വിജയത്തിൻ്റെ ആധാരമായി ലോകം കരുതുന്നത് ഒരുവൻ്റെ ആത്മവിശ്വാസമാണ്. എന്നാൽ സുവിശേഷം പഠിപ്പിക്കുന്ന വിജയം ദൈവവിശ്വാസത്തിലാണ്. എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന ലൗകിക സമവാക്യത്തിൽ നിന്ന് എന്നെ ശക്തനാക്കുന്ന ദൈവത്തോടൊപ്പം ഞാനിത് ചെയ്യും എന്ന സ്വർഗീയ സമവാക്യത്തിലേക്ക് വളരുന്നിടത്താണ് ഒരുവൻ്റെ ആത്മീയത ഫലദായകമാകുന്നത്. യേശു പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മുന്തിരിയുടെ ശാഖ തായ്തണ്ടിനോടെന്ന പോലെ നാം അവിടത്തോട് ഒട്ടി നിൽക്കാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. സത്യത്തിൽ ആത്മീയ ജീവിതം വളരെ ലളിതമാണ്. നാം ചിന്തിക്കുന്നതിനേക്കാളുമൊക്കെ ഏറെ എളുപ്പവുമാണ്. ആത്മീയ ജീവിതം അടങ്ങിയിരിക്കുന്നത് യേശുവിനോട് ഏറ്റവും ചേർന്നിരിക്കുന്നതിലാണ്. ആത്മീയ ജീവിതം നയിക്കാൻ ഒരുവൻ ഒരൊറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും, ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും, ജോലി സമയത്തും യാത്രയിലും തുടങ്ങി ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും തന്നെ തന്നെ യേശുവിനോട് ചേർത്ത് വയ്ക്കുക. ഞാൻ യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നു, ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഐക്യത്തിലേക്ക് തന്നെയാണ് എന്ന ബോധ്യം ഹൃദയത്തിൽ ആഴപ്പെടുത്തുക. പല കാര്യങ്ങളിൽ വ്യഗ്രതപ്പെടുന്ന മനസ്സിനെ നിർബന്ധിച്ച് യേശുവിലേക്ക് കൊണ്ടുവരിക. പ്രത്യേകിച്ച് ഈ ഒരാഴ്ചയിൽ ഒരു ടാസ്ക്കായി ഇത് പരിശീലിക്കുക. ഇങ്ങനെ ദൈവചാരത്തിലായിരിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികൾ തെളിയും. സുഭാഷിതം 3-ാം അധ്യായം 6-ാം വാക്യം, നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ദൈവാശ്രയം നമ്മിൽ ശക്തി പ്രാപിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.